ഇർഷാദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ വിമർശകരായ ആളുകൾ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. വയത്തബിഊന അഹ്സന, അതിലേറ്റവും ഉത്തമമായതിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാകുന്നു അല്ലാഹു നേർമാർഗം നൽകുന്നത്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിമാന്മാരായ ആളുകൾ. അപ്പോൾ ബുദ്ധിയുടെ ആളുകളായി അല്ലാഹു എണ്ണുന്നത് വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. എന്തും കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. എന്തും കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏറ്റവും നല്ലതിനെ പിൻപറ്റുവാനുള്ള, ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റുവാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്. അതിനാരും ചോദ്യം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലേറ്റവും ഉത്തമമായതിനെ പിൻപറ്റുകയും ചെയ്യുക എന്നത് സന്മാർഗം സിദ്ധിച്ച ആളുകളുടെ സ്വഭാവമാണ് എന്നും മാത്രമല്ല അവർ ഉലുൽ അൽബാബിൽപ്പെട്ട ആളുകളാണ് എന്നും അല്ലാഹു പഠിപ്പിക്കുന്നു. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. ആഴിയുടെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മുത്തുകളും പവിഴങ്ങളും വാരിയെടുക്കുന്നത് പോലെ ആഴിയുടെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ നിലക്കുള്ള ഒരു ബുദ്ധി, അതായത് ഏതൊരു കാര്യത്തെയും സമീപിക്കുകയും ആ കാര്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും എന്നിട്ട് അതിനെ മനനം ചെയ്യുകയും എന്നിട്ട് ആ നിലക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന ഗണമാണ് ഉലുൽ അൽബാബ് എന്ന ഗണത്തിൽപ്പെടുക. ആ നിലക്കാണ് അല്ലാഹു വിശ്വാസികളായ ആളുകളെ, ബുദ്ധിമാന്മാരായ ആളുകളെ എണ്ണുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരായ ആളുകളാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികൾ ഈ ഭൂമുഖത്തുണ്ട്. അള്ളാഹു പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്, പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ്. അവൻ പറയുന്നു, അവന്റെ താക്കീത്, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ചിന്തിക്കാത്ത, ബുദ്ധി കൊടുത്ത് ആലോചിക്കാത്ത ആളുകളെ അള്ളാഹു ഉപമിക്കുന്നത് ബദിരന്മാരായിട്ടും ഊമകളുമായിട്ടാണ്. എന്ന് മാത്രമല്ല, ജന്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ബുദ്ധത്തിലാണ് ആളുകളെ അള്ളാഹു എണ്ണുന്നത്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റിതര ജീവജാലങ്ങളിൽ നിന്നു വ്യത്യസ്തമാണ്. മറ്റിതര ജീവജാലങ്ങൾക്ക് നൽകിയതുപോലുള്ള കഴിവല്ല, നൈസർഗികമായ കഴിവല്ല മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്നത്. മറിച്ച് മറ്റിതര ജീവജാലങ്ങളെക്കാൾ അള്ളാഹു മനുഷ്യന് സവിശേഷത നൽകി, വിശേഷ ബുദ്ധി നൽകി, മനനം ചെയ്യുവാനുള്ള കഴിവും കരുത്തും പ്രാപ്തിയും അള്ളാഹു നൽകി. ആ നിലക്ക് ആലോചിക്കുവാനും ആ നിലക്ക് ചിന്തിക്കുവാനും മനനം ചെയ്യുവാനും പഠിക്കുവാനും മനുഷ്യന് സാധിക്കണമെന്നുള്ളതാണ്. നോക്കുക, നിങ്ങൾ നരകവാസികളായി എണ്ണപ്പെടുന്ന ജിന്നു സമൂഹത്തിലെയും മനുഷ്യ സമൂഹത്തെയും ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് എന്തുകൊണ്ടവർ നരകവാസികളാകുന്നു, എന്തുകൊണ്ടവർ നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരേ ഒരു കാര്യം, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യുബ്സിറൂന വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട് പക്ഷേ അവർ കേൾക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാണുന്നില്ല. കേൾക്കേണ്ടത് കേൾക്കുവാനും കാണേണ്ടത് കാണുവാനും ചിന്തിക്കേണ്ടത് ചിന്തിക്കുവാനുമുള്ള കഴിവും കരുത്തും പ്രാപ്തിയും മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിലോ ഉലായിക്കൽ കല്ലന്നാം, നാൽക്കാലികളെ പോലെയോ ബൽഹും അതല്ലേ അതിനേക്കാളും കീഴെയോ ആണ് എന്ന് അല്ലാഹു വ്യക്തമാക്കുകയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യതിരക്തമായി മനുഷ്യൻ അല്ലാഹു ചിന്തിക്കുവാനുള്ള, ആലോചിക്കുവാനുള്ള, മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം കണ്ടാൽ അത് എന്താണ് എന്ന് വിവേചിച്ച് അറിയുവാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും നൈസർഗികമായ കഴിവാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കോഴി കുഞ്ഞ് അതിന്റെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തള്ളക്കോഴിയോടൊപ്പം അത് ആ മണ്ണിൽ ചിക്കിമാന്തി അതിങ്ങനെ ആ ചിക്കിച്ചികഞ്ഞ്
അതേ ആ ചവറുകൾക്കിടയിൽ നിന്ന് അതിനുള്ള ആഹാരം അത് തേടിയെടുക്കാറുണ്ട്. ആരും അതിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ഒരു അണ്ണാൻ കുഞ്ഞിനെ മരം കയറുവാൻ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. നമ്മളത് ഒരു പഴഞ്ചൊല്ലായി പറയാറുണ്ട്, അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണമോ എന്ന്, താറാവും കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാ? അതിനറിയാം, വെള്ളത്തിലേക്ക് ഒരു താറാവിന്റെ കുഞ്ഞിനെ എടുത്തിട്ടാൽ അത് നീന്തി കരപറ്റും. എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞിനെയോ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ അതിന്റെ മാതാവ് എടുത്തിട്ട് ആ മാതാവിന്റെ മുലക്കണ്ണി ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടി ആ മുലപ്പാൽ ഏമ്പി കുടിക്കുന്നത്. എന്നാൽ ഒരു പശുവിന്റെ കുഞ്ഞിനെ ആ പശു ഈ നിലക്കൊന്നും ചെയ്യാറില്ല. ആ കുഞ്ഞിനറിയാം അതിന് നൽകപ്പെട്ട നൈസർഗികമായ ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അമ്മയുടെ ആ മുലപ്പാൽ ഏമ്പി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആരും അതിന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല, പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ആ നിലക്കുള്ളതല്ലല്ലോ മനുഷ്യൻ. എന്നാൽ മനുഷ്യന് എല്ലാ ജീവജാലങ്ങളെക്കാളും അള്ളാഹു വളരെ പ്രത്യേകത നൽകി, കഴിവ് നൽകി. അള്ളാഹു ചോദിച്ചു, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ യാതൊന്നും അറിയാൻ വഴിയാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങൾ. ഇതൊരു പരമാർത്ഥമല്ലേ? നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാമായിരുന്നുവോ? യാതൊന്നും അറിയാമായിരുന്നില്ല, ഒന്നിനും കഴിയുമായിരുന്നില്ല. അതാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹു ചെവി നൽകി, കേൾക്കുവാനുള്ള കഴിവ് നൽകി. പലതും നിങ്ങൾ കേട്ടു, നിങ്ങൾ വളർന്നു വരികയാണ്, പലതും നിങ്ങൾ കേട്ടു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ലബുസാറ, കാഴ്ച ശക്തി നൽകി. നിങ്ങൾ പലതും കണ്ടു. വല്ലഫിദത്ത, നിങ്ങൾ പലതും ചിന്തിച്ചു, അല്ലെ? അങ്ങനെ കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവും കരുത്തും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്തു. പക്ഷേ ഖലീലമ്മാ തശ്കുറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. നിങ്ങൾ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നു എന്നതാണ് അള്ളാഹു പറയുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കൂ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا സുബ്ഹാനക ഫഖിന അദാബന്നാർ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ബുദ്ധിയുള്ള, മസ്തിഷ്കം മരവിക്കാത്ത ഏതൊരാൾക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പടച്ചു തമ്പുരാൻ പറയുന്നു. കണ്ടോ? ഏതൊരാൾക്കും അത് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാവും പകലും മാറി മാറി വരുന്നതിൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ, ഈ പ്രപഞ്ചത്തിലാണ് മുതൽ അണ്ടകടാമ്പുര സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. വെറുതെയാണോ? അല്ല, വെറുതെയല്ല. ഇതിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ആലോചിക്കുവാൻ കഴിയണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ നിന്നുകൊണ്ടാവട്ടെ, ഇരുന്നു കൊണ്ടാവട്ടെ, അവർ കിടന്നുകൊണ്ടാവട്ടെ, ഏത് നിലക്കുള്ള അവസ്ഥയിലാവട്ടെ, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ഭൂമിയെയും കുറിച്ചുമൊക്കെ അവർ ചിന്തിക്കും, ആലോചിക്കും. ആകാശത്തെക്കുറിച്ച് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഭൂമിയെക്കുറിച്ച് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുകയും ആ നിലക്ക് അവർ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അവസാനം അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊക്കെ ഒരു ലക്ഷ്യത്തോടുകൂടി അതാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആ ആളുകൾ പറയുമെന്നാണ്. അവർ പ്രാർത്ഥിക്കും, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ രക്ഷിതാവേ, നീ എത്ര പരിശുദ്ധനാണ് എന്ന് അവർ പറയും എന്ന് അള്ളാഹു വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കുക, ആ നിലയ്ക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും മനുഷ്യന് കഴിയണം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ. എല്ലാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഖലീലമ്മാ തശ്കുറൂൻ, മനുഷ്യൻ അവർ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നുള്ളൂ എന്നതാണ്. എന്നാൽ പ്രപഞ്ചത്തെ ഈ ഭൂമുഖത്തുള്ള മനുഷ്യനൊഴിച്ച് എല്ലാ ജീവജാലങ്ങളെയും പരിശോധിച്ചു നോക്കൂ.
ഈ ഭൂമുഖത്തുള്ള ആകാശത്തുള്ള ഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം ചെയ്യുന്നു. ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൽ അവ മുന്നോട്ട് പോകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ചോദിച്ചു അള്ളാഹുവിന്റെ അടുത്ത് സൂറത്തുൽ ഹജ്ജിൽ, അലം തറ അന്നല്ലാഹ യസ്ദുരു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസ് വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. അലം തറ അന്നല്ലാഹ യസ്ദുരു ലഹു, നീ കണ്ടില്ലേ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര്? മൻ ഫിസ് സമാവാതി, ആകാശത്തിലുള്ളവ, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവ, വശംസു, സൂര്യൻ, വൽ ഖമറു, ചന്ദ്രൻ, വൽ നുജൂമു, നക്ഷത്രങ്ങൾ, വൽ ജിബാലു, പർവ്വതങ്ങൾ, വശജറു, വൃക്ഷങ്ങൾ, വദ്ദവാബു, ജന്തുജാലങ്ങൾ, വകസീറുൻ മിനൻ നാസ്, മനുഷ്യരിൽ കുറെ ആളുകൾ. കണ്ടോ, മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് ഈ ഭൂമുഖത്തുള്ള എല്ലാം, ആകാശത്തിലുള്ളവ മലക്കുകളൊക്കെയും അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഗർത്തങ്ങളും തമോ ഗർത്തങ്ങളും എല്ലാം പടച്ചതമ്പുരാനെ സുജൂദ് ചെയ്യുന്നു. പറവകൾ, പക്ഷികൾ, ജന്തുജാലങ്ങൾ എല്ലാം പടച്ചതമ്പുരാനെ അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. എന്നാൽ മനുഷ്യരിൽ കുറെ ആളുകളുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു